കൈരളി ടിവിയുടെ അതെ. ആ ന്യൂസ് ഡെസ്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരാമോ? സാർ ആരാന്ന് മനസ്സിലായില്ല. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാനൊരു ന്യൂസ് സംബന്ധമായ കാര്യം ചോദിക്കാനായിരുന്നേ. ഓക്കെ ഓക്കെ. ഹലോ ഹലോ. കൈരളി ടിവിയുടെ ന്യൂസ് ഡെസ്ക് അല്ലേ? അതെ സാറേ നമസ്കാരം. ഞാനേ ഈ അല്പനേരങ്ങൾക്ക് മുമ്പ്, അതൊരു കുറച്ചു നേരമായി ഞാനിപ്പോഴാണ് കണ്ടത്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ദിവസം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മറ്റ് കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതെ. നമ്മുടെ വെറുതെ ഒരു സ്ക്രോൾ ന്യൂസ് ആയിട്ടല്ല, വാർത്തയായിട്ട് തന്നെ കൊടുത്തിരുന്നു, ഒരു സ്റ്റോറി ആയിട്ടേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ കിട്ടിയതേ ഉള്ളൂ. അല്ല, അപ്പൊ അതിന് മുമ്പ് അത് ഏത് സോഴ്സിനായിരുന്നു സാറേ അങ്ങനെ ഒരു ന്യൂസ് കൊടുത്ത്? അങ്ങനെ നമ്മുടെ അവിടെ റിപ്പോർട്ടർ വന്നതാ. റിപ്പോർട്ടർ തന്നെ മാത്രമല്ല, അവിടെ മറ്റേ എല്ലാ ചാനലുകളും കൊടുത്തിട്ടുണ്ടല്ലോ. ചാനലുകൾ വേറെ ഒന്നും കൊടുത്തിരുന്നില്ല, കൈരളി ടിവിയിലാണ് കണ്ടത്. അല്ല, കൈരളി ടിവിയിൽ മാത്രമല്ല, ഫോർത്ത് ന്യൂസ് ഒക്കെ കൊടുത്തിരുന്നു. അതൊക്കെ ഇതൊക്കെ അല്ലേ ലോക്കൽ ചാനൽസ് അല്ലേ? ഓൺലൈൻ ചാനലല്ലോ, അത് തുടങ്ങാൻ പോകുന്ന ചാനലല്ലേ? അത് ലോക്കൽ ചാനൽ ആരാ പറഞ്ഞു നിങ്ങളോട്? അതൊക്കെ ഓൺലൈനിൽ ഓടുന്നതല്ലേ, അല്ലാതെ വേറെ ഓൺലൈൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അത് നമ്മുടെ ഒന്നും സർക്കാർ അംഗീകൃത പിന്നെ ഇതുപോലെ ടെലിവിഷൻ ചാനലായിട്ട് വന്നിട്ടുള്ള ചാനലല്ലോ ഇതുവരെ. അല്ല, സർക്കാർ അംഗീകാരം ഉണ്ടെന്നേ, അതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? തുടങ്ങിയത് സംരക്ഷണം തുടങ്ങിയിട്ടുള്ള ചാനലല്ലോ. അല്ല, എന്തോ ആവട്ടെ, അത് മീഡിയ അല്ലേ അത്? അയ്യോ, അതെങ്ങനെ? അങ്ങനെ ഇഷ്ടംപോലെ മീഡിയാസ് ഉണ്ട് സാറേ. നമ്മളിപ്പോ ഇതുപോലെ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് പോലെ മൈക്ക് ഐഡിയും കൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും ഇതൊരു ന്യൂസ് സോഴ്സ് ഇല്ലാതെ ഒരു ശുദ്ധ നുണയാണ് നിങ്ങൾ വാർത്തയായിട്ട് കൊടുത്തത്. നമ്മളൊരു ന്യൂസ് കൊടുക്കുന്ന ഞങ്ങൾ കൊടുത്ത നുണയല്ലെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഞങ്ങളവിടെ ദേവസ്വം ബോർഡ് അധികൃതമായിട്ട് സംസാരിച്ചിട്ട് ഒന്നും ഒരു കല്യാണം പോലും മാറ്റി വെച്ചിട്ടില്ല. അല്ല, അതിപ്പോ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണമാണെന്നേ. നേരത്തെ അവർ പറഞ്ഞനുസരിച്ചാണ് വാർത്ത കൊടുത്തത്. അവരല്ല സാറേ വാർത്ത കൊടുത്തേ, അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ അധികാരികൾ പറഞ്ഞു. എന്തോ അവര് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞു. ദേവസ്വം ബോർഡ് അധികാരികളുമായി സംസാരിച്ചിട്ടാണ് വിളിക്കുന്നത്. ദേവസ്വം ബോർഡ് അധികാരികളായിട്ട് സംസാരിച്ചാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്. അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ കല്യാണം എല്ലാം മാറ്റിവെച്ചത് ഉണ്ടെന്ന് പറഞ്ഞു. അവരോട് ആ കല്യാണം മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വിവാഹം നടത്താൻ തീരുമാനിച്ച കുടുംബങ്ങൾക്ക് അത് സംബന്ധിച്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ എതിർപ്പൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളായിരിക്കും, ആരെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത്, ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ. അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? ഞങ്ങളുടെ വ്യാഖ്യാനമല്ല, പൊതുജനങ്ങളുടെ വ്യാഖ്യാനമാണ്. പൊതുജനങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പൊതുജനമാവില്ലല്ലോ. നിങ്ങളൊരാളെങ്ങനെ പൊതുജനമാവുന്നു? ഞങ്ങൾ സാധാരണക്കാരായ ഒരാളുടെ പ്രതിനിധിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണൊക്കെ ഒരാളെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരുപാട് പ്രതിനിധിയാവാൻ പറ്റില്ലല്ലോ. 100 കണക്കിന് പേര് നിങ്ങളെ വിളിച്ചോളും. എന്തോ 100 കണക്കിന് പേര് ചേട്ടനെ വിളിക്കും, നിങ്ങളോട് സംസാരിക്കും. അല്ല, 100 കണക്കിനല്ല, 1000 പേര് വിളിച്ചാലും ഞങ്ങൾ മറുപടി വരും. അതാണ്. അപ്പൊ കൈരളി ഇങ്ങനെ ഉളുപ്പില്ലാതിങ്ങനെ നുണ പടച്ചു വിടരുത്. അല്ല, നുണയല്ലെന്നേ, നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്താ? ഞങ്ങൾ അവരോട് ചോദിച്ചടാ, ഇതാണ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആൾക്കാർക്ക് മനസ്സിലാകും, നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രം മനസ്സിലാവും, മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാവും. അല്ല, ഞങ്ങളെ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ വാർത്ത കിട്ടിയ സോഴ്സ് എല്ലാം നിങ്ങളോട് പറഞ്ഞു. പിന്നെ നിങ്ങൾ ക്യാപ്സൂളും ഉണ്ടാക്കിയിട്ടതൊക്കെ നിങ്ങൾ ഇതിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല. നിങ്ങളുടെ പൊളിറ്റിക്സിന് എതിരാണ് ആ വാർത്ത എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയും? നിങ്ങൾ അനുകൂലിക്കുന്ന വാർത്ത കൊടുക്കുന്ന ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളില്ലേ, അവർ നിങ്ങൾ അനുകൂലിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങളാണ് പൊളിറ്റിക്സ് കണ്ടത്. നിങ്ങളാണ് പൊളിറ്റിക്സ് കണ്ടത്. അത് പൊളിറ്റിക്സ് ഉണ്ടെന്നേ. ആ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്സ് തന്നെയാണ്. അതൊരു തെറ്റാണോ? ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തയാണ് ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൊളിറ്റിക്സ് പൊളിഞ്ഞു. ആ പൊളിറ്റിക്സ് ആണെന്നേ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഞങ്ങൾ പൊളിറ്റിക്സ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നേ. നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇത്രയും കാരണം അസ്വസ്ഥനാവുന്നതില്ല? എനിക്ക് ഒരു അസ്വസ്ഥത, എനിക്ക് നിങ്ങളെ വാർത്തയിൽ നിങ്ങൾ ഈ കിടന്ന അസ്വസ്ഥകാർക്ക് കാര്യമല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ കൃത്യമാണ്. ദേവസ്വം ബോർഡ് നിശ്ചയിച്ചു. ഇപ്പോഴാണ് അവരുടെ ഇത് വന്നിട്ടുള്ളത്, സർക്കുലർ. നിങ്ങളുടെ വാർത്ത വന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ശേഷം ദേവസ്വം ബോർഡ് ആ വാർത്ത കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ ഈ ടൈപ്പ് നുണവാർത്ത പ്രചരിപ്പിച്ചപ്പോഴാണ് അവർ ഔദ്യോഗിക വിശദീകരണം. പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് ഏതെങ്കിലും പറഞ്ഞു കൈരളിന്റെ വാർത്ത നുണവാർത്ത എന്ന് എവിടെയെങ്കിലും പറഞ്ഞു? ദേശാഭിമാനിയും കൈരളിയും കൊടുത്ത ദേശാഭിമാനിയുടെ കാര്യം വിടുന്നത്. ദേശാഭിമാനി അല്ലല്ലോ നിങ്ങൾ വാർത്ത കണ്ടത്. ദേശാഭിമാനിയല്ലോ, കൈരളിയുള്ള വാർത്ത കണ്ടത്. അങ്ങനല്ല, അവിടെ കല്യാണങ്ങൾ മാറ്റി വെക്കുന്നു എന്നുള്ളത് വാർത്താ ദുഷ്പ്രചരണം. കല്യാണങ്ങൾ മാറ്റി വെക്കുന്നു എന്നുള്ളത് SPG അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അങ്ങനെ ഒരു നിർദ്ദേശം SPG നൽകിയിട്ടുണ്ട്. അത് മറ്റു മാധ്യമങ്ങൾ ഇതിനു മുമ്പേ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മറ്റു മാധ്യമങ്ങൾ നേരത്തെ തന്നെ ആ വാർത്ത നൽകിയിരുന്നു. ഞങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് അന്വേഷിച്ചതിന് ശേഷമേ ഞങ്ങൾ വാർത്ത കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അതിന്റെ വെളുത്ത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയ വാർത്തയാണ് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ നേരത്തെ കൊടുക്കാറുണ്ടല്ലോ ഈ വാർത്ത. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ.